നമസ്കാരം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്ക് ആയിട്ടാണ്. ആയുർവേദ ഫേസ് പാക്ക് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആയുർവേദ സോപ്പ് ആയിക്കോട്ടെ, ഫേസ് പാക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്കിൻ വൈറ്റനിങ് ആയുർവേദിക് ഓയിൽ ആയിക്കോട്ടെ, അതിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, മഞ്ചിഷ്ട. മഞ്ചിഷ്ട എന്ന് പറയുന്ന സംഭവം നമ്മൾ അകമേ കഴിക്കണതും പുറമേ അപ്ലൈ ചെയ്യണതും നമ്മളുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. അകമേ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് ഉള്ളിൽ നിന്ന് ഡീടോക്സ് ചെയ്യുമെന്നാണ് പറയണത്. അതുപോലെ പുറമേ അപ്ലൈ ചെയ്യണത് നമ്മളുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നന്നായിട്ട് നിറം വെക്കാനും ബ്രൈറ്റ് ആക്കാനും ഫെയർ ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ മഞ്ചിഷ്ട നമുക്ക് പല രീതിയിൽ അപ്ലൈ ചെയ്യാം. പല സ്കിൻ ടൈപ്പാരാണെങ്കിൽ ഓരോ സ്കിൻ ടൈപ്പായിരിക്കും എങ്ങനെയാണോ യോജിക്കുന്നതെന്നും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ മഞ്ചിഷ്ട ഓയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് ആണ് നിങ്ങൾ തന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക, ലിങ്ക് ക്ലിക്ക് ചെയ്യുക, വീഡിയോ കാണാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനേക്കാൾ മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒട്ടും മടി വിചാരിക്കേണ്ട, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് മഞ്ചിഷ്ടപ്പൊടി. അപ്പോൾ കൊണ്ടുവന്ന വശം തന്നെ അത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയൊരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മിക്ക മെഡിക്കൽ ഷോപ്പിലും കിട്ടാനുണ്ട് കേട്ടോ. കാരണം കുറേ പേര് അന്വേഷിച്ച് പോകുന്നുണ്ട് ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോഴേ. സ്കിന്ന് നല്ല നിറം വയ്ക്കുന്നു, പിന്നെ പിമ്പിൾസ് വന്ന പാട് പോകുന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങിയതിന് ശേഷം ഇപ്പം മിക്ക ആയുർവേദ ഷോപ്പിൽ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ പച്ചമരുന്ന് കടയിലായിരുന്നു ആദ്യമൊക്കെ കിട്ടിയിരുന്നത്. അവിടെ ഇങ്ങനെ ചെറിയ മരക്കഷ്ണങ്ങൾ പോലെയാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ടും വാങ്ങിയിട്ട് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുക്കാറാണ് പതിവ് പണ്ട് കാലത്തൊക്കെ. ഇപ്പോൾ പക്ഷേ ചെറിയ പാക്കറ്റിലായിട്ട് കിട്ടുന്നുണ്ട്. അധികം റേറ്റ് ഒന്നുമില്ല. ഒരു 100 ഗ്രാമിന് 30-40 ആ ഒരു റേഞ്ചിലാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതായത് 1 ടൈം യൂസിന് വേണ്ടിയിട്ട് വേണ്ടത് 1 ടീസ്പൂണാണ്. നമ്മൾ മുഖത്തും കഴുത്തിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും. 1 ടീസ്പൂൺ ഒരു ബൗളിലെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ, എൻ്റെ പോലെ ഓയിലി സ്കിന്നാണെങ്കിൽ ഇത് റോസ് വാട്ടറിൻ്റെ കൂടെയാണ് മിക്സ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഡ്രൈ സ്കിന്നാണെങ്കിൽ തൈരിൻ്റെ കൂടെയും, പിന്നെ സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ വെറുതെ വെള്ളത്തിൻ്റെ കൂടെയും മിക്സ് ചെയ്തിട്ട് വേണം തേക്കാൻ. കാരണം സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ചിലപ്പോൾ റോസ് വാട്ടർ പോലും പറ്റില്ല. അവർക്ക് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഇറിറ്റേഷനൊക്കെ ഉണ്ടാവാറുണ്ട് റോസ് വാട്ടർ അപ്ലൈ ചെയ്യുമ്പോൾ. അങ്ങനെയുള്ളവർ നമ്മൾ കുടിക്കുന്ന വെള്ളമില്ലേ, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ റോസ് വാട്ടർ ആഡ് ചെയ്യണതിൻ്റെ അളവൊന്നും പറയണില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആവണ വരെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ കറക്റ്റായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒലിച്ചു പോകാനും പാടില്ല, എന്നാൽ ഇങ്ങനെ വിട്ട് പോരാനും പാടില്ല. അതായത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ എളുപ്പത്തിൽ തേക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് മുഖത്തെ അഴുക്കുകളും പൊടികളൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസ് വാഷിൻ്റെ പൊടിയോ, അതായത് കടലമാവ് പിന്നെ ചെറുപയർ പൊടിയൊക്കെ മുഖത്തിട്ടിട്ട് മുഖം നന്നായിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ട് കഴുകുക. അതിനുശേഷം ഈ ഫേസ് പാക്ക് ഈവണായിട്ട്, അതായത് ഒരേപോലെ മുഖത്തും കഴുത്തിലും പറ്റാണെന്നുണ്ടെങ്കിൽ ചെവിയിലും അപ്ലൈ ചെയ്യുക. നമ്മൾക്ക് കൂടുതൽ എക്സ്പോസ് ആവുന്ന ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇത് തേച്ച് കൊടുക്കാം. കഴുത്തിന് ചുറ്റും കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴുത്തിൻ്റെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് തേക്കാമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ മുഖത്ത് ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് മാക്സിമം എടുക്കുള്ളൂ. ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇത് മുഖത്തിട്ട് വെക്കണം. പിന്നെ വലിഞ്ഞു തുടങ്ങുന്നു തോന്നുമ്പോൾ ഇതേപോലെ കൈയൊന്ന് നനച്ചതിന് ശേഷം മുഖത്ത് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ മഞ്ചിഷ്ടപ്പൊടി അധികം ഫൈനായിട്ടുള്ള പൗഡറല്ല, ചെറിയ രീതിയിൽ ഇങ്ങനെ തരികളായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു വേറെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ സ്ക്രബൊന്നും ഉപയോഗിക്കേണ്ട. ഇപ്പോൾ എന്നും ഈ ഫേസ് പാക്ക് ഇടാം നമുക്ക്. അപ്പോൾ എന്നും ഇടുന്ന ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇതേപോലെ ഇങ്ങോട്ട് മുഖവും കഴുത്തൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, വേറെ സ്ക്രബൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുപോലെ ഡെഡ് സ്കിൻ സെൽസും, അതായത് മൃദുകോശങ്ങളില്ലേ നമ്മുടെ മുഖത്ത് ഇങ്ങനെ ചെറിയ മുരിച്ചിൽ പോലെ വരില്ലേ, അതൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്തത് കളഞ്ഞോളൂ. അപ്പോൾ ഇതുപോലെ കൈ നനച്ചതിന് ശേഷം താഴേന്ന് മേലത്തെ ഡയറക്ഷനിലേക്ക് നമുക്ക് മസാജ് ചെയ്യാം. എന്നും ഇതുപോലെ ചെയ്യരുത് കേട്ടോ, എന്നും സ്ക്രബ് ചെയ്യാൻ പാടില്ല. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കളയാം.
അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. എൻ്റെ മുഖം ഇപ്പോൾ തൊട്ട് കഴിയുമ്പോൾ തന്നെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മഞ്ചിഷ്ട ഫേസ് പാക്ക് ഉണ്ടാക്കി ഉപയോഗിക്കുക. വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല, എന്നാൽ റിസൾട്ട് ഉഗ്രനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.